ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൊതുചടന അനുഭവ പാഠങ്ങളുടെ 8ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറയുകയുണ്ടായി, ഒരു കടയുടമ ഇങ്ങനെ 4 പ്രാവശ്യം ക്ഷുദ്ര പ്രയോഗ വസ്തുക്കൾ കടയുടെ മുമ്പിൽ നിന്നും എടുത്തു കളഞ്ഞിട്ട് പിന്നെ അത് അതിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇതെപ്പോഴും ഇവർ കൊണ്ട് ഇടുന്നത് ഇങ്ങനെ? അവിടെ മണ്ണ് കളിച്ചു മാറ്റിയ ഇളകിയ മണ്ണൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ വീടിനകത്ത് തറയുടെ അടി കിടക്കുന്നു, അല്ലെങ്കിൽ നാളുകളായിട്ട് പ്രവേശിക്കാത്ത കയറിയിട്ട് പോലും ഇല്ലാതെ തട്ടുംപുറത്ത് എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പക്കൽ എൻ്റെ ഒരു ഇടവക്കാരൻ ഇങ്ങനെ ഒരു ദിവസം രാവിലെ വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ട് വന്നോറ് ഞാൻ ഓർമ്മിക്കുകയാണ്. അവിടെ ഒരു വലിയ വീടാണ്. ആ വീടിൻ്റെ ഒരു ഭാഗം അവർ പൊളിച്ചു പണിയാനായിട്ട് നോക്കുമായിരുന്നു. അപ്പം ആ ഭാഗത്ത് ഇങ്ങനെ ഓടൊക്കെ ഇടക്കിയിട്ട് തട്ടുപുറത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പൊടി പിടിച്ച് ഉറാല പിടിച്ച് നാളുകളായിട്ട് ആരും തൊടാത്ത ഒരു ചെറിയൊരു ഭരണിയോ കാലോ ഏതാണ്ട് കിട്ടി. അത് പണിക്കാരെ കൊണ്ട് ഇവരെ കൊണ്ട് ഏൽപ്പിച്ചു. ഇവരത് കൗതുകത്തോടെ തുറന്ന് നോക്കി. അപ്പം അതിനകത്ത് ഇങ്ങനെ ഈ ചേട്ടൻ എൻ്റെ മക്കളൊന്ന് പറയുകയാണ്, അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം പറിച്ചു കൊണ്ട് വെച്ചാൽ എന്ന പോലെയുള്ള ഇലയോ ഏതാണ്ട് ചില ഈ സസ്യ കാര്യങ്ങൾ എന്തോ വസ്തുക്കൾ ഒട്ടും വാടാതെ അഴുകാ ചെയ്യാതെ ഇരിക്കുന്നു. പക്ഷെ അച്ഛാ, ഒരു 10-20 വർഷമെങ്കിലും ആയിട്ട് നട്ടുമ്പുറത്ത് ആ ഭാഗത്തോട്ട് ഞങ്ങൾ ആരും കയറിയിട്ടില്ല, അവരാരും കയറിയിട്ടുമില്ല. ഈ പാത്രത്തിൻ്റെ പുറം കണ്ടാൽ അറിയാം അതുപോലെ പഴയൊരു സാധനം. പക്ഷെ ഇതെങ്ങനെ അച്ഛാ? ഈ പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ട് വലിയ ചടുക്കത്തോടെ പറഞ്ഞ് ഓർമ്മിക്കുക. അന്ന് എനിക്കിതേപ്പറ്റി ഒരു അനുഭവങ്ങൾ അറിഞ്ഞുകൂടാം. അപ്പോൾ അത് ഇങ്ങനെ കൊണ്ട് ഇത് തട്ടുപുറത്ത് കൊണ്ട് വെച്ചു, അല്ലെങ്കിൽ മണ്ണടി കൊണ്ട് ഇട്ടു, ഇതെപ്പോഴായി 4 പ്രാവശ്യം പിന്നെ ഇട്ടത് എപ്പോഴാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞതായ ഒരു അക്രൈസ്ത സഹോദരൻ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് അന്ന് എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞ, അച്ഛാ, ഇത് ഇടുന്നവർ ഇത് സ്ഥലത്ത് വന്ന് ആരും കാണാതെ ഇങ്ങനെ ഒളിച്ച് വന്ന് മാന്തി കുഴിച്ചിട്ടിട്ട് പോകുന്നതല്ല. ഇത് അവർ എവിടെ ഇരുന്ന് ചെയ്യുന്നോ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്താനടുത്ത് എത്തും. അങ്ങനെ കാര്യം പറയുകയുണ്ടായി. അന്ന് കേട്ടപ്പോൾ ഞാൻ ഒട്ടും അത് വിശ്വാസത്തിലെടുത്തില്ല. പക്ഷേ പിന്നീട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ ചിന്തിച്ചും നിരീക്ഷിച്ചും പഠിച്ചുമൊക്കെ വന്നപ്പോൾ അതൊരു സംഭവിക്കാവുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. എന്ന് മാത്രമല്ല ഒരു വലിയൊരു ആത്മീയ പ്രസക്തി ഉണ്ട് താൻ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് കയറി കുഴിച്ചിടുന്നതാണെങ്കിൽ നമുക്കത് വീട് അടച്ചും മുറ്റത്ത് കാവലും ഗേറ്റ് പൂട്ടിയൊക്കെ നോക്കി ആരും കയറിയാലോ. പക്ഷെ അങ്ങനെയുള്ള ഒരു സംരക്ഷണം എടുക്കുന്നതുകൊണ്ട് മാത്രം ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ സാധനം വന്ന് അതിന് തന്നെ പവറുണ്ട്. നമുക്ക് അതേപറ്റി ചിന്തിക്കാം. അപ്പം ഇതേപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ ഒന്ന് വചനത്തിൽ ഒരു രംഗം മനസ്സിൽ വന്നു. അതായത് ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർ യഹൂദരെ കുറിച്ചുള്ള ഭയം നിമിത്തം കതകുകൾ അടച്ച് ഇങ്ങനെ മുറിക്കകത്ത് കഴിയുമ്പോൾ കതക് തുറക്കാതെ തന്നെ അകത്ത് വന്ന് സമാധാനം ആശംസിക്കുന്നു, ശരീരം മുറിവ് കാണിച്ചു കൊടുക്കുന്നു, അവരുടെ നിന്ന് ഭക്ഷണം വറുത്ത മീൻ കഴിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ അരൂപിയുടെ മേഖലയ്ക്ക് ഈ സ്ഥല സമയ പരിമിതികളില്ല. ഇതൊരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. സമയത്തിൻ്റെ പരിമിതിയില്ലാതെ ഭൂതകാലത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ അരൂപികൾക്ക് നോക്കാൻ പറ്റും. വസ്തുക്കളുടെ പ്രതിബന്ധമില്ലാതെ അടഞ്ഞ മുറിക്കകത്ത് അല്ലെങ്കിൽ ഭിത്തിയുടെ മറയ്ക്ക് അപ്പുറത്തേക്ക് ദൂരെയുള്ള സ്ഥലത്തേക്ക് അല്ല മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. ഇങ്ങനൊരു യാഥാർത്ഥ്യമുണ്ട്. റോമാരൂപതയിൽ എക്സോസിസ്റ്റഡ് അനേക വർഷം ശുശ്രൂഷ ചെയ്ത ഗബ്രിയേലി അമോർത്തച്ഛനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അച്ഛൻ്റെ 2 പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് എക്സോർസിസ്റ്റ് ടെൽസ് ഹിസ് സ്റ്റോറി ആൻഡ് എക്സോർസിസ്റ്റ് മോർ സ്റ്റോറീസ്. ഈ പുസ്തകങ്ങൾ ശാലോമിൽ നിന്നും മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരു പൊതുചാടകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അനുഭവം അങ്ങനെ പറഞ്ഞുകൊണ്ട്. 2ാമത്തെ പുസ്തകമാണിത്, മോർ സ്റ്റോറീസ്. ഇതിനകത്തുള്ള ഒരു സംഭവം, ഇത് അച്ഛനിത് പേര് വെച്ചെഴുതിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ സംഭവം എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കുന്ന മേഖല പ്രസക്തിയുള്ളൊരു വിഷയമാണ്, ഒരു സംഭവമാണിത്. ഞാനത് പലപ്പോഴും ധ്യാനങ്ങളിൽ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ഇങ്ങനെയാണത്. അച്ഛൻ എഴുതുകയാണ്, എ ഡോക്ടർ ഇൻ എ റോമൻ ഹോസ്പിറ്റൽ ഹു എമംഗ് അതർ തിങ്സ് പ്രാക്ടീസ്ഡ് മാജിക് ആർട്സ് kept harassing a young nun who worked with him as a nurse.
റോമിലുള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, ഒരു നേഴ്സ് സിസ്റ്ററാണ്. മറ്റു ഡോക്ടർമാർ നേഴ്സുമാരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളാണ്. ഈ നേഴ്സ് ഒരു സിസ്റ്റർ ആയതുകൊണ്ട് സിസ്റ്ററിനോട് ഈ ഡോക്ടർക്ക് പലപ്പോഴും ഒരു കലിപ്പാണ്. പലപ്പോഴും ഇങ്ങനെ അസ്വസ്ഥപ്പെടാൻ നോക്കുമായിരുന്നു. One evening, when she returned to her locked room, she found that a cat had managed to get inside. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഈ സിസ്റ്റർ മുറിയിൽ വന്ന് കയറുമ്പോൾ ഉണ്ട് ഒരു പൂച്ച മുറിക്കകത്ത്. അപ്പോൾ സിസ്റ്റർ ഷീ ട്രൈ ടു ചേസ് ഇറ്റ് ഔട്ട് ദ ഡോർ, ബട്ട് ഇറ്റ് അവോയ്ഡ് ഹെർ റണ്ണിങ് അറൗണ്ട് ദ റൂം. ഓടിച്ചിട്ട് നോക്കിയിട്ട് പൂച്ച എന്ത് പുറത്ത് പോകുന്നില്ല, മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ദി എക്സസ്പെറേറ്റഡ് നൺ ഫൈനലി ത്രൂ ഹെർ കീസ് അറ്റ് ഇറ്റ് ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ക്യാറ്റ് ഫ്ലഡ് ബ്ലീഡിങ് ഫ്രം എ വൂണ്ട്. സഖി കെട്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ കയ്യിരുന്ന് താക്കോല് കൊണ്ട് ഒരേറെ പൂച്ചക്കിട്ട് അതിൻ്റെ മൂക്കിനിട്ട് കണ്ട് ഈ താക്കോല് കൊണ്ട് പൂച്ച കാറിക്കൊണ്ട് ചോര ഒലിപ്പിച്ച് കഥകൊരു വാതിൽ തുറന്നിടുന്ന വാതിലിൻ്റെ പുറത്ത് പോയി. സിസ്റ്റർ കഥ കളിച്ച് വിശ്രമിച്ചു. അന്ന് പിറ്റേ ദിവസം സിസ്റ്റർ ആശുപത്രി ചെല്ലുമ്പം നെക്സ്റ്റ് മോർണിംഗ് അറ്റ് വർക്ക് ഷീ റാൻ ഇൻ ടു ദ ഡോക്ടർ. പിറ്റേ ദിവസം ജോലിക്കിടയിൽ ഡോക്ടറുമായിട്ട് കണ്ടുമുട്ടി. അപ്പോഴിത് ഹി ഹാഡ് വൺ ബാൻഡേഡ് ഓൺ ഹിസ് നോസ് ആൻഡ് വൺ ഓൺ ഹിസ് അപ്പർ ലിപ്പ്. മൂക്കയിലും മേൽച്ചുണ്ടയിലും ബാൻഡേഡ് വെച്ച് കിട്ടിയിരിക്കുന്നു, മുറിവ് പറ്റിയിട്ട്. വാട്ട് ഹാപ്പൻ ഡോക്ടർ, ഷി ആസ്ക്ഡ് ഹിം. എന്ത് പറ്റി സാറേ? യു ഡിഡ് ദിസ് ടു മീ വിത്ത് യുവർ കീസ് വാസ് ദി ആൻസർ. നിന്റെ താക്കോല് കൊണ്ട് നീ എനിക്കിട്ട് ചെയ്തതാ എന്നായിരുന്നു മറുപടി. ഇത്ര എഴുതി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു പ്രത്യേക കമൻറ്റ് കൂടി ചേർക്കുകയാണ്. ദിസ് ഇൻസിഡൻറ്റ് ഈസ് വെൽ ഡോക്യുമെൻറ്റഡ് ബൈ വിറ്റ്നസസ് ബട്ട് ഐ ഹാവ് നോ ഈസി എക്സ്പ്ലനേഷൻ. ഇത് സാക്ഷികൾ കൃത്യമായിട്ട് സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. എനിക്ക് പെട്ടെന്നൊരു വിസ്തീർണം പറയാനില്ല. അപ്പം അച്ഛൻ അത്രയും ഇത് വായിക്കുന്നവർ അവിശ്വാസം തെറ്റി കുടിക്കുന്ന അച്ഛൻ അറിയാം. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു എക്സ്ട്രാ കമൻറ്റും കൂടെ പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ ഇത്ര ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അച്ഛൻ ഇത് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ചേർത്തിരിക്കുന്ന സാരം. ഐ ബിലീവ് ദാറ്റ് ത്രൂ എ കേസ് ദ ഡോക്ടർ വാണ്ടഡ് ടു സ്പൈ ഓൺ ഫ്രൈറ്റൻ ദ നൺ. എന്തോ ഒരു ആഭിചാര കർമ്മത്തിലൂടെ സിസ്റ്ററിനെ ഒളി നോക്കാനോ അല്ലെങ്കിൽ ശല്യപ്പെടുത്താനോ നോക്കി. പക്ഷേ ദിസ് ടൈം ആസ് ഒക്കേഷണലി ഹാപ്പൻസ് ദി കേസ് ഫെൽ ബാക്ക് ഓൺ ഹിം. പലപ്പോഴും സംഭവിക്കാവുന്ന പോലെ ഇപ്രാവശ്യം അത് തിരിച്ചടിച്ചു എന്നിട്ട് അച്ഛൻ പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്കെതിരെ ക്ഷുദ്രങ്ങൾ ചെയ്യുന്നവർ, കൂടോത്രം മതം ചെയ്യുന്നവർക്ക് നമ്മുടെ വീട്ടിലും ഭരിക്കകത്തും മുറ്റത്തും ഒന്നും വരാതെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു പേടി പൊരുത്തം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പ്രതിവിധി നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ് സൂചിപ്പിച്ചു. ലൂക്ക 10:19 പാമ്പുകളുടെ തേളുകളുടെ ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ചവിട്ടി നടക്കാൻ അധികാരം എന്ന് പറയുമ്പോൾ എന്താ? അടി കടപ്പുണ്ടെന്നല്ലേ അർത്ഥം. നമ്മുടെ പെരയുടെ അടിയിലും മുറ്റത്തിൻ്റെ അടി നടുക്കുകയാണെങ്കിൽ ഒത്തിരി സ്ഥലം ആൾക്കാർ കൊടുത്തിരുന്നുണ്ടാവും, അവർ ചെയ്യിച്ചിരുന്നുണ്ടാവും, അവിടെ കിടന്നോട്ടെ. പക്ഷെ നമ്മൾ ഈശോ നൽകിയ ആത്മീയ അധികാരം, ദൈവം കൂടെയുള്ള അനുഭവം, അഭിഷേകമുള്ള അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വരിക എന്ന് മാത്രമാണ് പ്രതിവിധി. അതേപ്പറ്റി വീണ്ടും മുന്നോട്ട് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.